അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. നമ്മുടെ ഈ പ്രവർത്തനം അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീക്കിനാൽ പലയിടത്തും പ്രതിധ്വനിക്കുന്നു എന്നതിൻ്റെ ചില നേർക്കാഴ്ചകൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പേരോട് ഉസ്താദിന് ആ വിഷയത്തിൽ പോലും പൊറുതിയില്ലാത്ത അവസ്ഥയിൽ നിലവിൽ ചില ചോദ്യങ്ങൾ അമ്പ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അണികളുള്ളത്. അതിലൊരു ചോദ്യം, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുമ്പോഴും ഹക്കീം അസ്ഹരി ഇപ്പുറത്ത് അല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നും ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇത് വൈരുദ്ധ്യമല്ലേ? യഥാർത്ഥത്തിൽ പറയാനുള്ളത് സമസ്ത മുഴുവൻ വൈരുദ്ധ്യമാണ്. സമസ്ത ഒന്നല്ല, എല്ലാത്തിലും വൈരുദ്ധ്യമാണ്. ഒരിടത്ത് അള്ളാഹുവിനെ വിളിച്ച് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതോടൊപ്പം 33 ദൈവങ്ങളുണ്ടെങ്കിൽ എല്ലാത്തിനെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ് ഇന്ന് ഈ ഒരു സമസ്തയുടെ ആളുകൾക്കുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ സംസാരത്തിലേക്ക് നമുക്ക് കടക്കാം. പിന്നെ പ്രാർത്ഥിക്കുക അങ്ങനത്തെ ചാർത്തികളൊന്നും വേണ്ട, ചാർത്തികളുണ്ടല്ലോ വേണ്ട. ഞങ്ങൾ പ്രാർത്ഥിക്കലില്ല, ഞങ്ങൾ മഹാന്മാരോട് അപേക്ഷിക്കലാണ്, ഞങ്ങൾ സഹായം തേടലാണ്. അതിന് നിങ്ങൾ പറയുന്ന പേരാ പ്രാർത്ഥിക്കുക. ആദ്യം തന്നെ മൂപ്പര് കളവ് പറയാണ്, സമസ്തക്കാരല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്നത് മുജാഹിദുകൾ കളവായി പറഞ്ഞതാണ് എന്നാണ് അത് പറയണത്. ഇനി മൂപ്പര് പറയണത് കൂടി ഒന്നുകൂടി കേൾക്കാം. ഞങ്ങൾ പ്രാർത്ഥിക്കലില്ല. എന്താണ് ഒന്നുകൂടി കേൾക്കുക? ഞങ്ങൾ പ്രാർത്ഥിക്കലില്ല. അപ്പൊ ഞങ്ങൾ അല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കലില്ല എന്ന് പേരോട് ഉസ്താദ് ഇവിടെ പറയുന്നുണ്ട്. അൽഹംദുലില്ലാ, അതാണ് നമുക്ക് വേണ്ടത്. അല്ലാത്ത ആൾക്കാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. മുസ്ലിമീങ്ങൾ മുഴുവൻ അള്ളാഹുവിനെ മാത്രമേ തവക്കുലാക്കാൻ പാടുള്ളൂ. ഇതാണ് നമ്മൾ ഇന്ന് കാലയളവിൽ, ഒരു നൂറ്റാണ്ട് കാലയളവിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, കുറച്ചെങ്കിലൊക്കെ ഒരു മാറ്റം എവിടേക്കോ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ യഥാർത്ഥ തൗഹീദുള്ള ആളുകളായി എല്ലാ ആളുകളെയും, നമുക്ക് ആരോടും വിദ്വേഷമില്ല, ദേഷ്യമില്ല. നമ്മൾ ഈ തെറ്റുകൾ കാണുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രം. പക്ഷേ എന്നാലും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇവർക്കിടയിൽ ഇന്നും വ്യാപകമായി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണ്? ഹക്കീം അസ്ഹരി തന്നെ പറയട്ടെ. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നാണ്. അതുകൊണ്ട് എന്തു പറ്റി? 313 എന്ന നമ്പർ കിട്ടി. അപ്പോൾ ബദരീങ്ങളാണ് കൊടുത്തത്. എന്നിട്ട് ഇതിനെ ആളുകൾ ചോദ്യം ചെയ്ത സമയത്ത് നമ്മളെ പേരോട് ഉസ്താദ് ന്യായീകരിക്കുന്നു എന്ന് കേട്ടാലോ. ഉസ്താദേ, നിങ്ങൾ പറയുന്നത് ഒന്ന്, ഹക്കീം അസ്ഹരി പറയുന്നത് വേറെ ഒന്ന് പറയുന്നുണ്ട്, ക്ലിപ്പ്. ഞാൻ ചോദിച്ചെന്താ, നിങ്ങൾ പറയുന്നത് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ്, അദ്ദേഹം പറയുന്നത് ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, ബദരീങ്ങളെ വിളിച്ച് ആരോട് പ്രാർത്ഥിക്കണമെന്നാ പറഞ്ഞത് ചോദിച്ചു. അപ്പോൾ മൂപ്പര തിരുമറിയാണ് ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് ആരോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇത് നല്ലൊരു തമാശയായി. ഇനി അങ്ങനെയൊന്നും വേണ്ട. ഇനി ഇദ്ദേഹത്തിൻ്റെ വിശദീകരണം ഇല്ലാതെ തന്നെ പച്ചയായ യാഥാർത്ഥ്യമായിക്കൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുകയല്ലേ അല്ലാത്ത ആൾക്കാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമസ്തകളുടെ രംഗങ്ങൾ. സമസ്തയുടെ ഉസ്താദുമാർ പ്രാർത്ഥിക്കുന്നത് തന്നെ എമ്പാടും കാണാൻ സാധിക്കുന്നില്ലേ? ഇനി എന്തിനാണ് സമസ്ത ഉണ്ടായത്? അതുകൂടി നമുക്ക് കേൾക്കാം. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലവനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്റെ മുഅ്മിനീങ്ങളെ. അപ്പോ ഇവിടെ പറയുമ്പോൾ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന് ഒരു ഭാഗം പറഞ്ഞു. എന്നാൽ പ്രവൃത്തിപദത്തിലേക്കും കർമ്മപദത്തിലേക്കും വരുമ്പോൾ അല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് ശരിക്കും വൈരുദ്ധ്യം തന്നെയാണ്. സമസ്ത മുഴുവൻ വൈരുദ്ധ്യമാണ്. സമസ്ത ഇസ്ലാമിന് വൈരുദ്ധ്യം കാണിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്. ശരിക്കും ഇസ്ലാമിലേക്ക് തിരിച്ചു മടങ്ങണം എന്നാണ്. ആ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ വിളിച്ചു പ്രാർത്ഥിച്ച മഹാന്മാരായ ബദരീങ്ങൾ, അവരുടെ അവസ്ഥ എന്തായിരുന്നു? അവരാരായിരുന്നു? അവരെന്തിനാണ് നിലകൊണ്ടത്? എന്തിനാണ് ബദർ നടന്നത്? ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇനി വേറൊരു വിദ്വാൻ പറയുന്ന ഒരു സംസാരം നമുക്ക് കേട്ടാലോ. കുറെ ഹേറ്ററുകൾ വരത്തിലതാ ഓപ്പൺ ബോട്ടാണ്, കപ്പലല്ല.
സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് മഴയിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറിഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെ വിളിച്ചത് ബദരീങ്ങൾ തവസ്സുലാക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സുകൾ ബൈതിൽ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും, റബ്ബേ എന്നെ എവിടെയെന്ന് കാണാൻ പോലും മനസ്സംഗത്ത് മറിഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. അപ്പോൾ പേരോട് പറഞ്ഞു അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, അൽഹംദുലില്ലാ. പക്ഷേ ഇവിടെ ഈ വിദ്വാൻ എന്താ പറയണത്? ഒന്നുകൂടി ഇട്ട് കൊടുക്കുക, ആ അവസാനത്തെ ഭാഗം ഒന്നുകൂടി കേൾക്കാം. ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. കേട്ടില്ലേ? എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. ആരാ? ബദരീങ്ങൾ. അപ്പോൾ പേരോടിൻ്റെ ന്യായം എന്താ? ബദരീങ്ങളെ വിളിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നാണ്. അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല. ഇനി ഏതായാലും ഇവിടെ എന്താ പറയണത്? ഇവിടെ പറഞ്ഞത് എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ, ബദരീങ്ങളെ നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. അപ്പോൾ നേരിട്ട് പ്രാർത്ഥിക്കുകയാണ്. എത്ര രംഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്. ചില ഉപ്പാപ്പമാരുടെ ഖബറിൽ ചെന്ന് ഉപ്പാപ്പ ഞങ്ങളെ കാക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എത്ര പ്രാർത്ഥനാ രംഗങ്ങൾ സമസ്തയുടെ ഉസ്താദുമാർ നിർവഹിച്ചത് നമുക്ക് കാണിക്കാൻ സാധിക്കും. ഇതൊക്കെ കാണിച്ച് നിങ്ങളെ വഷളാക്കാനല്ല, മാറി ചിന്തിക്കണം. എന്തിനാണ് ബദർ ഉണ്ടായത്? ആരാണ് ബദരീങ്ങൾ? അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, അല്ലദീ ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഇൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്. അവർ ബദർ നടത്തിയത് റബ്ബ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, പ്രഖ്യാപിച്ചതാണ്. അതിൻ്റെ പേരിലാണ് ബദർ ഉണ്ടായത്. ഇനി ഈ വിശ്വാസം എന്താ? ഈ കടലിലൂടെ സഞ്ചരിക്കുന്ന സമയം ആ തിരമാലകൾ ആർത്തിരമ്പി തങ്ങളെയെല്ലാം മുക്കി നശിപ്പിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ ഒരു ദുരന്തം മുന്നിൽ കാണുന്ന സമയത്ത് വിളിച്ചു പ്രാർത്ഥിച്ചത് ബദരീങ്ങളെയാണ് എന്നാണ്. പക്ഷേ ലോക ചരിത്രത്തിൽ 6-ാം നൂറ്റാണ്ടിനപ്പുറം വിശുദ്ധ ഖുർആനിൽ ജാഹിലിയത്തിലെ മുശ്രിക്കുകളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അവരെക്കുറിച്ച് പറഞ്ഞത് ഫഇദാ റക്കിബു ഫിൽ ഫുൽക്കി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ആ മുശ്രിക്കുകൾ കപ്പലിലൂടെ യാത്ര ചെയ്യുന്ന സമയം, ആ യാത്ര ചെയ്യുന്ന സമയത്ത് കപ്പലിലേക്ക് ആ തിരമാലകൾ ആർത്തിരമ്പി അതിനെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് കഴിയുന്ന സമയം അള്ളാഹുവിന് പൂർണ്ണമായി ഇഖ്ലാസോടുകൂടി റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥ. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാഹും യുശ്രിക്കൂൻ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ രക്ഷപ്പെടുത്തി കരയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും ശിർക്ക് ചെയ്യുന്നു. ഇതാണ് അവരുടെ അവസ്ഥ, മുശ്രിക്കുകളുടെ അവസ്ഥ. പക്ഷേ ഇവിടെ പ്രതിസന്ധി ഘട്ടത്തിൽ മുശ്രിക്കുകൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു എന്നാണ്. എന്നാൽ നമ്മുടെ സമസ്ത ഉസ്താദുമാരും അതിൻ്റെ അനുയായികളുമോ പ്രതിസന്ധി കടുക്കും തോറും അല്ലാത്ത ആൾക്കാരെ കൂടുതൽ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥ. അപ്പോൾ മുശ്രിക്കുകളെക്കാളും വിശ്വാസരംഗത്ത് വീഴ്ചകൾ വന്ന, വിള്ളലുകൾ വന്ന, പുഴുക്കുത്തുകൾ പേറിയ ഒരവസ്ഥയിലാണ് ഇന്ന് സമസ്ത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും ഒരു പ്രശ്നമല്ല, മറിച്ച് പാരത്രിക ലോകത്ത് സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന വിഷയമായതുകൊണ്ട് ആത്മാർത്ഥമായി മാറി ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിലേക്ക് മടങ്ങണം. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അള്ളാഹ് ചോദിക്കണുണ്ടല്ലോ, നിങ്ങൾക്ക് അള്ളാഹു പോരെ? അപ്പോൾ നമ്മുടെ എല്ലാ പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ഭരമേൽപ്പിക്കാൻ അള്ളാഹു മതി, തുണയായി സഹായിയായി അള്ളാഹു മതി. അതല്ലേ നമ്മൾ ബദറിൽ കണ്ടത്? ബദരീങ്ങളെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു. പ്രതിസന്ധികൾ മുഴുവൻ മുന്നിലുണ്ടായിരുന്നിട്ടും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു, അള്ളാഹു സഹായിച്ചു. ഇതുപോലെ ആ ബദരീങ്ങളുടെ ആശയത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ആ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാനല്ല, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാനായിരുന്നു ബദർ ഉണ്ടായത്. ആ ബദരീങ്ങൾ അവിടെ ഷഹീദായത്, ആ ബദരീങ്ങൾ അവിടെ പങ്കെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ആദർശത്തെ നെഞ്ചോട് ചേർക്കുക എന്നതാണ്, അല്ലാതെ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ദുർന്യായങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെടണം. മുസ്ലിം സമൂഹം ഏകദൈവാരാധനയിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചും സഹായം തേടിയും റബ്ബിനോട് മാത്രം എല്ലാം സമർപ്പിച്ചും
നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധിയും പ്രയാസങ്ങളും റബ്ബിനോട് മാത്രം ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായത്തിനു വേണ്ടിയായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, റബ്ബിനോട് മാത്രം നേർച്ച വഴിപാടുകൾ നടത്തുന്ന, റബ്ബിനു മാത്രം നമ്മുടെ എല്ലാ ഇബാദത്തുകളും അർപ്പിക്കുന്ന, നമ്മുടെ തവക്കുൽ അള്ളാഹുവിനോട് മാത്രമാക്കുന്ന ആ രൂപത്തിലുള്ള യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.